ഈ സമയം ലോകത്തിന്റെ എല്ലാ കോണുകളിലുമുള്ള ഇൻഡസ് ഗ്രൂപ്പിലെ ആളുകൾക്ക് മെസ്സേജുകൾ വന്നു തുടങ്ങി. അവരെവിടെ ഒളിച്ചിരിക്കുകയായാലും ഏത് കോണിലായാലും ഒരേ അലർട്ട് എല്ലായിടത്തും തെളിഞ്ഞു. മെസ്സേജ് ഫ്രം ഇൻഡസ് ഗ്രൂപ്പ്, ശിവ മഹേശ്വരി ഈസ് ബാക്ക്. ഇങ്ങനെ തിരക്ക് പിടിച്ച അവസ്ഥയ്ക്കിടയിലാണ് ദേവ് അകത്തേക്ക് കയറി വന്നത്. എന്താ സംഭവം? ഓഫീസിൽ എല്ലാവരും ഇങ്ങനെ പാനിക്കാവുന്നത് എന്തിനാ? ഇതേ ദേവ് തന്നെയാണ് ആ പാർട്ടിയിൽ നന്ദിനിയെ 700 കോടി കൊടുത്ത് പറ്റിക്കാൻ നോക്കിയത്. ദിനേശ് അവന്റെ അങ്കിളായിരുന്നു. ആ ബന്ധത്തെക്കുറിച്ച് ശിവയ്ക്ക് ഒട്ടും അറിയില്ലായിരുന്നു. നിന്റെ മുഖം എങ്ങനെ ആക്കിയത് ആരാടാ? ദേവിന് അറിയാമായിരുന്നു അവന്റെ അങ്കിൾ ഇത് വെറുതെ വിടില്ലെന്ന്. അത് ഒന്നുമില്ല, ഒരു പാർട്ടിയായിരുന്നു, കുറച്ച് ഓവറായി പോയി, അത്രേ ഉള്ളൂ. ഇത് കേട്ട് ദിനേശിന്റെ കണ്ണുകൾ ചുവന്നു. പേര് പറയ്, ഈ സിറ്റിയിൽ ആർക്കട ദിനേശിന്റെ മരുമോനെ തൊടാൻ ധൈര്യം? ദേവിന് അത് പുറത്ത് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവന്റെ ഈഗോ അവനെ തടഞ്ഞു. ഒരു ലൂസർ തന്നെ അടിച്ചുവെന്ന് അവൻ എങ്ങനെ സമ്മതിക്കും?